ആശുപത്രിയിൽ കിടക്കുന്ന അമ്മായിയപ്പനെ കാണാൻ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുക. അത് വിവാദമായപ്പോൾ മറ്റൊരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്ന് ഇന്ന് നാം കണ്ടത്. ഇന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. സ്വാഭാവികമായും വിവാദമായ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. അത് മറ്റൊരു പച്ചക്കള്ളമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്താണ് വി.ഡി. സതീശൻ പറഞ്ഞത് കേൾക്കാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചഴക്കുക. അതെ, അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നല്ലേ ചോദിക്കും. ഈ മറുപടിക്ക് ശേഷം വി.ഡി. സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഏതാണ് ആ കമ്പനി? ഇത്രയും വിവാദമായ സാഹചര്യത്തിൽ ആ കമ്പനിയുടെ പേര് കൂടി പറഞ്ഞാൽ, കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന കമ്പനിയാണല്ലോ, ആ കമ്പനിയുടെ പേര് കൂടി പറഞ്ഞാൽ താങ്കൾക്ക് ഈ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, വെറുതെ ഒരു ആരോപണം കൊണ്ടു നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ സൗമ്യമായി ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട്. എന്നാൽ അദ്ദേഹം അതൊന്നും കൂട്ടാക്കുന്നില്ല. അത് വെളിപ്പെടുത്തിയിട്ട് വേണം അതും കൂടി ഇല്ലാതാക്കാനല്ലേ എന്നാണ് തിരിച്ച് വി.ഡി. സതീശൻ ചോദിക്കുന്നത്. എത്ര നിന്ദ്യമായ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്! എത്ര കൃത്യമായ കള്ളം പറഞ്ഞ് മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും വഞ്ചിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കേരളത്തിലേക്ക് നിരവധി നിക്ഷേപകർ വന്നിട്ടുണ്ട്. നിക്ഷേപക സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സംഗമങ്ങളിലൊക്കെ വരുന്ന നിക്ഷേപകർ സർക്കാരുമായി MOU ഒപ്പിടാറുണ്ട്. അതൊക്കെ പരസ്യമാണ്, അതിലൊരു രഹസ്യവുമില്ല. അങ്ങനെ ഒരു രഹസ്യമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപത്തെ സംബന്ധിച്ച്. അത് പരസ്യമായി പറയേണ്ടതാണ്. ഏത് നിക്ഷേപകരുമായിട്ടാണ് ചർച്ച നടത്തുന്നത്, എന്ത് കാര്യത്തിനാണ് ചർച്ച നടത്തുന്നത് എന്നത് വ്യക്തമായി പറഞ്ഞ് സുതാര്യമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ആ സുതാര്യത എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാർ നടപ്പാക്കാത്തത്? അങ്ങനെയല്ലേ കേരളത്തിലേക്ക് എല്ലാ നിക്ഷേപവും വന്നിരിക്കുന്നത്? അതല്ല രഹസ്യമായിട്ടാണോ നിക്ഷേപം വരിക? അങ്ങനെ ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ ചർച്ചകളും നടക്കുന്നത് പരസ്യമായിട്ടാണ്. അത് തന്നെ സർക്കാരിൻ്റെ ഒരു PR വർക്കായി മാറുകയും ചെയ്യാറുണ്ട്. നിക്ഷേപകരുമായി ചർച്ച നടത്തുന്നു, ഇന്ന നിക്ഷേപകരുമായി ചർച്ച നടത്തുന്നു, ഇത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്, കേരളത്തിൽ സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുമോ എന്നാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് എത്രയോ തവണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മറച്ചു പിടിക്കുന്നത് ഈ നിക്ഷേപകരെ സംബന്ധിച്ച്? കാരണം അത് പച്ചക്കള്ളമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഒരു തെറ്റായ നടപടി സാധൂകരിക്കാൻ മറ്റൊരു കള്ളം പറയുന്നു, ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം പറയുന്നു എന്ന് പറയുന്നില്ലേ? അതുപോലെയാണ് സ്ഥിതി. അങ്ങനെ കള്ളം പറഞ്ഞ് കള്ളത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളായി നമ്മുടെ മുഖ്യമന്ത്രി മാറുന്നു എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് ദയനീയമായ അവസ്ഥ. കേരളത്തിൽ ഇതുവരെ ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഏത് നിക്ഷേപകർ വന്നാലും, എത്ര ചെറിയ നിക്ഷേപമായാലും അവരുമായി ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അതെല്ലാം കേരളത്തിൽ പരസ്യമായിട്ടാണ് നടന്നിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരെ അറിയിച്ച്, ജനങ്ങളെ അറിയിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാ ചർച്ചകളും ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു, അതിന് സാധ്യതയെക്കുറിച്ച് നിക്ഷേപകർ കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാരുമായി ചർച്ച നടത്തുന്നു. ചിലപ്പോൾ അത് നടന്നൊന്നു വരില്ല. ഇപ്പോൾ ജിം നടത്തിയല്ലോ നേരത്തെ UDF സർക്കാർ ഉണ്ടാവുന്ന കാലത്ത്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയുടെ MOU ആണ് ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഒപ്പിട്ടത്. അതിൽ എത്ര ഒന്നും വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എത്രയോ MOU, എത്രയോ ധാരണാപത്രങ്ങൾ ഒപ്പിടാറുണ്ട്. അതൊക്കെ സാധാരണമാണ്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല.
നടത്താൻ വേണ്ടി സർക്കാർ പരമാവധി ശ്രമിക്കും. പക്ഷേ രഹസ്യമായി വെക്കേണ്ട കാര്യം എന്താണ്? രഹസ്യമായി വെക്കുന്നത് മറ്റൊന്നിനുമല്ല, നേരത്തെ ഹെലികോപ്റ്റർ യാത്ര അത് വലിയ നാണക്കേടുണ്ടാക്കി മുഖ്യമന്ത്രിക്ക്. അമ്മായിയപ്പനെ കാണാൻ ഹെലികോപ്റ്ററിൽ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ നാണക്കേട് തന്നെയാണ്. അതിനെ മറച്ചു പിടിക്കണം. അതിനാണ് ഇത്തരമൊരു കള്ളത്തരം പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ 31-ാം തീയതിയിലെ ഔദ്യോഗിക പരിപാടികളിൽ, മാധ്യമപ്രവർത്തകർ നൽകിയ പരിപാടികളിൽ ഇത്തരമൊരു ചർച്ചയേയില്ല. ഒരു പരിപാടിയും അന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റേഴ്സ് വരുന്നത്? പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര വലിയ നിക്ഷേപകരുമായി ഒരു ചർച്ച വരുന്നത്? ഇതെല്ലാം കള്ളത്തരമാണ്. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാണ് വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പു പറയാം, ഇത് അധികകാലം മുന്നോട്ട് പോകില്ല. ഒരിക്കലെ കള്ളൻ പലനാൾ കള്ളൻ ഒരിക്കൽ പിടിയിൽ എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നു. ഇതാ ഒടുവിൽ പറഞ്ഞ കള്ളം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കള്ളമല്ല ഇത്, ഇനിയുമുണ്ട് വേറെ. അത് അടുത്ത വീഡിയോയിൽ കാണാം.